ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഇതല്ല, ഇന്നലെ ന്യൂ ഇയർ അല്ലായിരുന്നു. അപ്പൊ പുതിയൊരു ശീലം ഞാൻ ഉറങ്ങാന്ന് വെച്ചേക്കാം. ഞാൻ എന്നെ പറ്റി എന്റെ ടെസ്റ്റ് മണി എഴുതുക. വെറുതെ അല്ല. ഇന്ന് ജനുവരി 2, 2014 ജനുവരി 2 ഇതേ ദിവസത്തിൽ ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. അതിനെപ്പറ്റി എഴുതുകയല്ല, കാരണം എനിക്കത് ഓർമ്മയില്ല എന്താ സംഭവിച്ചത്. പക്ഷെ എന്താ നടന്നത് എനിക്കറിയാം. ഇത് എൻ്റെ 2ാം ജന്മമാണ്. അതായത് 12 വർഷം മുമ്പ് ഞാൻ ഇതേപോലെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പോയതാണ്. ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഘോഷം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ആഘോഷം ഉണ്ടല്ലോ. ചിലവര് വീട്ടിൽ ആഘോഷിക്കും, ചിലവര് ഭാര്യയായിട്ട് എവിടെയെങ്കിലൊക്കെ പോകും, ചിലവർ ട്രിപ്പ് പോകും, ചിലവർ പള്ളിയിൽ പോകും, അങ്ങനെ. എൻ്റെ രീതിയിലുള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ മദ്യപാനവും പിന്നെ ഡ്രഗ്സുമാണ് എൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആഘോഷമായിരുന്നു ജനുവരി 1 2014. 2014 ജനുവരി 1 ആഘോഷമൊക്കെ കഴിഞ്ഞു. ജനുവരി 2 നാട്ടിൽ പോകുന്നൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ നാട്ടിൽ പോകാമെന്ന് വെച്ചപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു. ജനുവരി 2 ആയപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ എയർഗാർഡ് എന്ന സ്ഥലത്ത് പോകാന്ന് വെച്ചു. ഈ സേലത്ത് എയർഗാർഡ് എന്ന സ്ഥലമുണ്ട്, അവിടെ പോയി പൊളിച്ചിട്ട് പോകാന്ന് വെച്ചു. അങ്ങനെ എന്നാൽ എയർഗാർഡ് പോവാം. എയർഗാർഡ് പോയിട്ട് പൊളിച്ചടുക്കി തിരിച്ചിറങ്ങിയപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ഒരു വൻ ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് വെച്ചാൽ ഏകദേശം 7% കണ്ടുള്ളതാണ് എനിക്ക് ലൈഫ്. ഭാഗ്യം എന്ന് പറയട്ടെ, സോറി, ഭാഗ്യം എന്ന് പറയരുത്, കാരണം ദൈവത്തിന്റെ കൃപയാൽ എന്ന് പറയണം അതിനൊക്കെ. എന്താന്ന് വെച്ചാൽ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ, കാരണം അവിടെ വണ്ടി വന്ന് പോകാനായിട്ടുള്ളൊരു സാഹചര്യം അന്ന് ഇല്ലായിരുന്നു. ഒരു ബസ്സുമായിട്ടായിരുന്നേ വണ്ടി ഇടിച്ചത്. എൻ്റെ ബൈക്ക് ഓടിച്ച് വേറൊരാളാണെങ്കിലും ഒരു ബസ്സുമായിട്ടാണ്, ബസ്സിന്റെ ബാക്ക് വശം കണ്ടാണ് അതിങ്ങനെ, എൻ്റെ ബാക്ക് വശം കണ്ടാണ് ഇടിച്ചതാണ്. അങ്ങനെ എൻ്റെ തല എവിടെയോ വീണിടിച്ച് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടായി. അതാണ് എൻ്റെ സംഭവം അതാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, കാരണം എൻ്റെ കാലിൻ്റെ അടിയിലാണ് എൻ്റെ മുറിവ് പറ്റിയത് കൂടുതലും. അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാലിൻ്റെ അടിയിലാണ്. കാലിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് റെസ്റ്റ് കൊണ്ട് കയറി കാല് ഇവിടെയാണ് മേടിച്ചത്. കണ്ടോ, ഉണ്ടോ, ഇവിടെ ഞാൻ കാണിച്ചിട്ടില്ലേ? അതേ അവസ്ഥയായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ, ഭയങ്കര അവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഇതാണ്. പിന്നെ അന്നേരം ദൈവത്തിന്റെ കൃപയാൽ ദൈവം തമ്മിൽ ഒരു വണ്ടി ഞാൻ ഒരുക്കി. വണ്ടി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു ആംബുലൻസ് തന്നെ. ആ ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ എടുത്ത് കയറ്റിയിട്ട് ഒറ്റ പിടിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നോക്കുന്ന കാലിൻ്റെ അടിവശമാണ്. ഞങ്ങൾ എല്ലാവരും നോക്കുന്നത് കാലിൻ്റെ അടിവശമാണ്. ഞാനും അങ്ങനെ കാലിൻ്റെ അടിവശം നോക്കുമ്പോഴത്തേക്ക് ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ സിസ്റ്റർമാരുള്ളവരെല്ലാവരും പറയുന്നു പറഞ്ഞാൽ അത് വായങ്ങനെ മുറിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞവർ വെറുതെ തള്ളിക്കളഞ്ഞു. പക്ഷെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അവിടെ വീണ്ടും പ്രവർത്തിച്ചു. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, അവൻ വഴി അവൻ പറഞ്ഞു ഇതേപോലെ ബ്ലഡ് വൊമിറ്റ് ചെയ്തല്ലേ, അത് നിസ്സാരമായിട്ട് കാണരുത്, അത് തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും. അവനൊരു സംശയം ഉണ്ടായി. അങ്ങനെ അവൻ പറഞ്ഞ് അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവിടുന്ന് പൊക്കി നേരെ ന്യൂറോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അത് സീനാണ്, അറിയിക്കേണ്ടവരേക്ക് വീട്ടുകാരേക്ക് അറിയിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടുകാരെ അറിയിച്ചു. അപ്പോൾ വീട്ടുകാരെ അറിയിച്ചെന്ന് പറഞ്ഞാൽ രക്ഷയില്ല, പ്രാർത്ഥിച്ചോ, കാരണം ലൈഫ് 7% ഉള്ളൂ. ഡോക്ടർ പറഞ്ഞൊരു ഒരു സജഷനാണ്, 7% ഉള്ളൂ എൻ്റെ ലൈഫ്. അപ്പം അറിയിക്കേണ്ടവരേക്ക് അറിയിച്ചോളൂ എന്ന് പറഞ്ഞാൽ സാധാരണ പറയുമ്പോൾ അറിയാമല്ലോ, അത്രയ്ക്ക് സീരിയസ് ആണ്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം എന്നെ അതിനു മുമ്പ് എന്നെ അനസ്തേഷ്യ ചെയ്തിട്ട് എനിക്ക് അനസ്തേഷ്യ കേൾക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ സംശയമായി. എൻ്റെ കൂടെ വന്നവരോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ ചോദിച്ചു എന്താ ചെയ്തത്, എന്താ കഴിച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പം കൂടെ ഉള്ളവർ പറഞ്ഞു അങ്ങനെയൊക്കെയാണ്. എനിക്ക് 3 ഡോസ് അനസ്തേഷ്യ തന്നെന്നാണ് കേട്ടറിവും കണ്ടറിവും അറിഞ്ഞവരും ഉണ്ടേ. അങ്ങനെ 3 ഡോസ് അനസ്തേഷ്യ തന്നിട്ടാണ് എൻ്റെ ബോധം പോയത്. അതായത് എനിക്കത് എഫക്റ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് തലേന്ന് അതൊക്കെ മാറ്റി. എങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ നാൾക്ക് ഞാനൊരു കോമ സ്റ്റേജ്, അങ്ങനത്തെ ഒരു സ്റ്റേജായിരുന്നു. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയട്ടെ, ഞാൻ ആ ഹോസ്പിറ്റലിൽ ജനുവരി 2 അഡ്മിറ്റ് ആയിട്ടെങ്കിലും ജനുവരി 21 ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. ആ ഹോസ്പിറ്റലിൽ തന്നെ ആ ഹിസ്റ്ററിയിൽ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. കാരണം അവിടെ ഇതുപോലെ എൻ്റെ അത്രയും പോലും ആക്സിഡന്റ് പറ്റാത്ത ഒരുപാട് പേഷ്യൻസ് അവിടെ വരുന്നുണ്ട്, അവിടെ ചികിത്സയിൽ നിൽക്കുന്നുമുണ്ട്. അവർക്ക് ഇത്ര റിക്കവർ ആയിട്ടില്ല. ഇത് ദൈവത്തിന്റെ ഒരു മിറാക്കിൾ എന്ന് പറയാം എൻ്റെ ലൈഫിൽ. ഇത് ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇത് എന്തെങ്കിലും രോഗമുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ദൈവത്തിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ. അപ്പം ഇത് കേട്ടില്ലേ? അപ്പം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ,
ഇപ്പോഴല്ല, അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ശോകമായിരുന്നു. അപ്പം ആ ദിവസം എന്ന് വെച്ചാൽ നടക്കാൻ പോലും പ്രയാസമായിരിക്കും എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവത്തിന്റെ കൃപയെന്ന് പറയട്ടെ, ഇതിന് മെഡിക്കൽ സയൻസിൽ മെഡിക്കലിൽ ഇതിന്റെ പ്രതിവിധി ഇല്ല എന്ന് പറയാം. കാരണം ഇത് അവിടുത്തെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. ഇത് ദൈവത്തിന്റെ അത്ഭുതമല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം കൂട്ടുകാരെങ്കിലും പലരും പറഞ്ഞിട്ടുണ്ട്, നിന്റെ മനക്കെട്ടി കൊണ്ടും അങ്ങോട്ട് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ സൗഖ്യമല്ലാതെ ഇത് വേറൊന്നുമില്ല. കാരണം ഇതൊരു പൂർണ്ണ സൗഖ്യമായിട്ട് എന്നെ ഈ നിലയിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അദൃശ്യ കൈകൾ ദൈവത്തിന്റെ കൈകൾ മാത്രമാണ്. അപ്പം എന്തായാലും ദൈവത്തിന്റെ കൃപയാൽ ഇപ്പം എനിക്ക് ഫുൾ റിക്കവറായി. എനിക്ക് ഹെൽത്ത് സംബന്ധമായിട്ട് ഒരു വിഷയമില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇതേപോലെ രോഗത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ദൈവത്തിലുണ്ട് എന്നുള്ളൂ എടുത്ത് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇന്ന് എഴുതുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഇനി ടെസ്റ്റ് മണി ഇതിന് പുറകെ വരുന്നതാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്, ഇത് എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഇപ്പോഴല്ല എപ്പോഴേ മനസ്സിലായി. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ ലൈഫിൽ ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് കേട്ടില്ലേ, ഇവിടെ ഇതൊക്കെ ഓരോ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു അഡിക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയാകുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അടി വരുന്നത്. വേറൊരു മിറാക്കിൾ എന്ന് പറയാമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ, ഇത് സംഭവിക്കുന്നതിന് മുമ്പ് എനിക്കൊരു മുന്നറിയിപ്പ് കിട്ടും, ഞാനിത് ഇച്ചിരി ഓവറാണ്, ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ വിട്ടു പോകുന്നുണ്ട് എന്നൊരു വാർണിങ് എനിക്ക് ദൈവം ഇങ്ങനെ തരും. എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും. ഇത് തന്നു കഴിഞ്ഞാൽ ഉടനെ നോക്കിക്കോ, എനിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടി ദൈവസന്നിധിയിൽ നിന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യും. ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ ഇങ്ങനെ ഇറങ്ങി പോയൊരു ജീവിതം കുറേ ഉണ്ട്. അതിൻ്റെ ടെസ്റ്റ് പണി ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്, ഉടനെ വരുന്നുണ്ട്. ഒറ്റയ്ക്ക് കേൾപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവർക്കും വളരെ നന്ദി. എൻ്റെ വീഡിയോ ഇത്ര കണ്ട് സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ പിന്നെ അടുത്ത ടെസ്റ്റ് പണിയായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതിൻ്റെ തയ്യാറെടുപ്പാണ്. ബാക്കി എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണെന്നും എങ്ങനെ ഞാൻ ഡ്രഗ്സിൽ നിന്ന് റിക്കവർ ആയെന്നും ഞാൻ അത് വിശേഷിപ്പിക്കുന്നതാണ്. ഓക്കെ, ബൈ, ഗോഡ് ബ്ലെസ് യു.